നമസ്കാരം. പലരും ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് മണി ബ്ലോക്ക്, സാമ്പത്തികമായ തടസ്സം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ സാമ്പത്തികമായ ഉന്നമനം വരുന്നില്ല. പല ജോലികൾ ചെയ്തു നോക്കി, പല ബിസിനസ് ചെയ്തു നോക്കി, പല കർമ്മ മേഖലകളിൽ ഇറങ്ങി, പക്ഷേ ഉദ്ദേശിക്കുന്നത് പോലെ ഈ പണം എത്തിച്ചേരുന്നില്ല, അഥവാ ബിസിനസ് വേണ്ട രീതിയിൽ പുരോഗമിക്കുന്നില്ല, അഥവാ കയ്യിലുള്ള പണം തന്നെ നാനാവിധത്തിൽ വ്യയം ചെയ്തു പോകുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക? പ്രിയപ്പെട്ടവരെ, ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം, ഇതാണ് പുരുഷാർത്ഥങ്ങൾ. നിങ്ങൾക്ക് അർത്ഥം, പണം വേണം. മാന്യമായി ജീവിക്കണമെങ്കിൽ, ആരെയും ആശ്രയിക്കാതെ സന്തോഷമായി ജീവിക്കണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പണം വേണം. കാമം, നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഫുൾഫിൽ ചെയ്യണം, പൂർത്തീകരിക്കണം. അതല്ല എങ്കിൽ അതൊരു ഫ്രസ്ട്രേഷനായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിലൊരു ബ്ലോക്കുകളായി കിടക്കും. അങ്ങനെയാണ് നമ്മൾ മോക്ഷത്തിലേക്ക് കിടക്കേണ്ടത്. ഇതെല്ലാം ധർമ്മത്തിൽ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പുരുഷാർത്ഥങ്ങൾ സാഫല്യമാക്കേണ്ടത്, പൂർത്തീകരിക്കേണ്ടത്? നമ്മുടെ എനർജിയെ കോസ്മിക് പവറുമായിട്ട്, കോസ്മിക് എനർജിയുമായിട്ട് നമ്മൾ ട്യൂൺ ചെയ്യുക. ഇതെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ട്. കായ്കനികൾ വൃക്ഷങ്ങളിൽ നിറഞ്ഞു കിടക്കുന്നത് പോലെ നമുക്ക് ആവശ്യമായതെല്ലാം ഈ പ്രപഞ്ചം നമുക്ക് തരുവാൻ സന്നദ്ധമാണ്. അത് സ്വീകരിക്കുവാൻ നമ്മൾ സജ്ജമാണോ? സ്വീകരിക്കുവാൻ പൂർണ്ണമായും നമ്മുടെ എനർജി ബോഡി യൂണിവേഴ്സിന്റെ ശ്രുതിലയവുമായിട്ട് ചേർന്ന് നിൽക്കുന്നുവോ എന്നുള്ളതാണ് പ്രശ്നം. പലപ്പോഴും നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ സൈക്കോളജിക്കൽ ടെക്നിക്സുകളുണ്ട്. അഫർമേഷൻ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയുന്നു. അത് നല്ലതാണ്. നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മൾ നിർദ്ദേശം കൊടുക്കുന്നു. അത് അവിടെ കൊണ്ട് നിന്നാൽ പോരാ. ആ ഉപബോധ മനസ്സ് യൂണിവേഴ്സൽ മൈൻഡുമായി, കോസ്മിക് മൈൻഡുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ മൈൻഡ് കൊണ്ടുള്ള കണക്ഷൻ പൂർണ്ണമായി നടക്കണമെങ്കിൽ നമ്മുടെ എനർജി പ്രിൻസിപ്പിൾ വർക്കൗട്ട് ചെയ്യണം. നമ്മുടെ എനർജി ബോഡി പവർഫുള്ളായി മാറണം. അതിനുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, അനുയോജ്യമായ, പവർഫുള്ളായ ധ്യാന രീതിയാണ് നമ്മുടെ ഋഷി പരമ്പര, ഭാരത ഋഷി പരമ്പര നൂറ്റാണ്ടുകളായി നമുക്ക് കൈമാറി തന്നിരിക്കുന്ന കുണ്ടലിനി തന്ത്രമാർഗം. കുണ്ടലിനി തന്ത്രമാർഗത്തിലൂടെ നമ്മുടെ എനർജി പ്രിൻസിപ്പിൾ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. ഇതിനെ ബയോപ്ലാസ്റ്റിക് ബോഡി എന്ന് പറയും. ഓരോ സെല്ലുകളിലും, നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളിലും ഈ എനർജി ഉണ്ട്. ഈ എനർജി റിലീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബയോമാഗ്നറ്റിക് ബോഡി പവർഫുൾ ആക്കുന്നതിലൂടെ നമ്മുടെ ജീവകാന്തി വലയം ശക്തമായി വരികയും ഈ ജീവകാന്തി വലയം, ആ മാഗ്നറ്റിക് ഷീൽഡ് പവർഫുള്ളായി വന്ന് യൂണിവേഴ്സൽ എനർജിയുമായി താതാത്മ്യപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഡിസയർ, നമ്മുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അവിടെയാണ് നമ്മുടെ ഉപബോധ മനസ്സ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കേവലം മൈൻഡിന്റെ അഫർമേഷൻ മാത്രമല്ല, നമ്മുടെ ഊർജ ശരീരത്തിലെ എനർജി ബോഡിയിലെ എനർജി വലയം അഥവാ ജീവകാന്തി വലയം ശക്തമാക്കുക, സൂക്ഷ്മനാഡികളിലൂടെയുള്ള എനർജിയുടെ പ്രയാണം ത്വരിതപ്പെടുത്തുക. ഈ ധ്യാന രീതി നമ്മൾ കറക്റ്റായി ചെയ്യുക. നിങ്ങൾ ഒരു ദിവസമോ 2 ദിവസത്തെയോ കോഴ്സിലോ ക്ലാസ്സിലോ പങ്കെടുത്തത് കൊണ്ടായില്ല. ഈ ധ്യാന രീതി നിങ്ങൾ പരിശീലിച്ച് നമ്മുടെ ജീവകാന്തി വലയം അഥവാ എനർജി ബോഡി ശക്തമാക്കിക്കൊണ്ട് യൂണിവേഴ്സിന്റെ ശ്രുതിലയത്തിലേക്ക് നമുക്ക് ഹാർമണിയിൽ, ആ ഒരു യൂണിവേഴ്സൽ ഹൃദയത്തിൽ നമ്മളായിത്തീരുമ്പോൾ ഇതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ നമുക്ക് ആവശ്യം, ഇതിന് തടസ്സമായി നിൽക്കുന്നത്, അത് നമ്മുടെ ബോധ മനസ്സിലാകട്ടെ, ഉപബോധ മനസ്സിലാകട്ടെ, നമ്മുടെ വിജയത്തിന്, നമ്മുടെ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് തടസ്സമായി വരുന്ന കാര്യങ്ങളെ നമ്മൾ നീക്കം ചെയ്യുക. നമ്മുടെ നെഗറ്റീവ് ബോഡിയിൽ, എനർജി ബോഡിയിൽ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ, എനർജി ബോഡിയിൽ പ്രാണന്റെ പ്രയാണത്തിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ നമ്മൾ ദൂരീകരിച്ചുകൊണ്ട് പോസിറ്റീവാക്കി മാറ്റുക.
അങ്ങനെ മൈൻഡും ഊർജ ശരീരവും പോസിറ്റീവായി മാറുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിൽ കൂടി എനർജിയുടെ പ്രയാണം ത്വരിതപ്പെടുമ്പോൾ നമ്മൾ ബോധമണ്ഡലം, യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്, വിശ്വബോധവുമായി ട്യൂൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം, പുരുഷാർത്ഥങ്ങളുടെ സാഫല്യം നിങ്ങൾക്കുണ്ടാവും.